പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ച ആളോട് വീട്ടിൽ പോയി ചോദിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. കോന്നിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു സദസ്സിലിരുന്ന ഒരാൾ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. ഉടനടി തന്നെ പ്രസംഗത്തിനിടയിൽ ഒരു വാക്കുപോലും മുറിക്കാതെ അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധേയമായി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പക്ഷേ ആ പ്രസംഗത്തിന് അതേ ഭാവം തന്നെ ആയിരുന്നു, മറ്റ് പദപ്രയോഗങ്ങളൊന്നും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമായി. ആദ്യം മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഈ ചോദ്യം എത്തിയത്. നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത് ഇദ്ദേഹം ഒരു കട്ട CPM പ്രവർത്തകൻ തന്നെയാണ്, പത്തനംതിട്ടക്കാരനാണ്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ ഒരു പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ആവേശത്തിൻ്റെ പുറത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. അതിന് വളരെ കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. ഇത്തരം പതിവൊന്നും സാധാരണ ഇല്ലാത്തതാണ് അല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും അതാണ് കാരണം ഈ ചോദ്യം ചോദിച്ച വ്യക്തി എന്ന് പറയുന്നത് കടുത്ത CPM പ്രവർത്തകനാണ്. വർഷങ്ങളായി CPM പാരമ്പര്യമുള്ള കുടുംബമാണ്. അദ്ദേഹം ഈ CPMനോട് വലിയ ആരാധനയുള്ള ഒരു പ്രവർത്തകൻ കൂടിയാണ്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഒരു ചോദ്യം ഒരു ചോദ്യം എന്നാണ് പറയുന്നത്. ആ ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി അതിന് മറുപടിയായി പറയുന്നത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ ഈ പ്രസംഗത്തിൽ പറയുന്നത്. എന്തായാലും അതിന് ശേഷം ഈ പാർട്ടി പ്രവർത്തനെ പോലീസ് തന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഏതായാലും പിന്നീട് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യം ചോദിച്ച ദാസ് എന്ന് പറയുന്ന കോന്നി അട്ടച്ചാക്കൽ സ്വദേശിയാണ്, ഈ CPMന്റെ പ്രവർത്തകനാണ്. ദാസാണ് ഇത്തരത്തിലുള്ള ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചത്. എന്തായാലും അതിനുശേഷമാണ്, പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ദാസ് വീട്ടിൽ പോയത്. പിന്നീട് മുഖ്യമന്ത്രിയുടെ മറുപടി സ്വാഭാവികമായും അതൊരു മാനസിക വിഷമമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് പിന്നീട് പറഞ്ഞത്. പക്ഷേ അത് ദാസ് പിന്നീട് മാറ്റി പറയുകയും ചെയ്തു. ഏതായാലും EMS അതുപോലെ തന്നെ ഈ പറയുന്ന നയനാരടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ആരാധനയോട് കാണുന്ന ആളാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെയും അത്തരത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് സന്തോഷം കൊണ്ട് എണീച്ചൊരു ചോദ്യം എന്ന നിലയ്ക്കാണ് ഈ ദാസിന്റെ പ്രതികരണങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ വന്നത്. പക്ഷെ ഇപ്പോൾ അത് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ ചോദ്യം ചോദിച്ച സമയത്താണ് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത്. അത് തെരഞ്ഞെടുപ്പ് കാലമാണ്, നമുക്കറിയാം. എന്ത് പറഞ്ഞാലും അതെല്ലാം ചർച്ച ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ്. അത് ദോഷമായും ബാധിക്കാം, ഒരുപക്ഷെ അത് അനുകൂലമായും ബാധിക്കാം. എന്തായാലും പ്രതികൂലമായി ബാധിക്കുന്ന ചില കാര്യങ്ങൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ സ്ഥാനാർത്ഥിക്ക് അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. കോന്നിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വലിയ ജനകൂട്ടമാണ് ഉണ്ടായിരുന്നത്. അത്തരം ജില്ലയിലെ പരിപാടിക്ക് പല സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത കൂട്ടത്തിലാണ് കോന്നിയിൽ ഇങ്ങനെ ജനീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത്. എന്തായാലും ഈ സമയത്താണ് ഇത്തരം ഒരു ചോദ്യം ചോദിക്കുക. അത് മുഖ്യമന്ത്രി ഭാവവ്യത്യാസമില്ലാതെ തന്നെയാണ് ആ മറുപടി പറയുകയും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി അറിയുകയും ചെയ്യാം. പക്ഷേ അത് പിന്നീട് അത് വിവാദമായി മാറുകയും ചെയ്തു. അത് വാർത്തകൾ ഏറ്റെടുക്കും, മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രയോഗങ്ങൾ ഒരുപക്ഷെ അത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമാവുമോ പ്രതികൂലമാവുമോ എന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അത്തരം ചില സംസാരങ്ങളൊക്കെ ഏത് സമയം വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചർച്ചയാകുന്ന കാര്യം തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ ഈ ചോദ്യവും വലിയ ചർച്ചയായി മാറിയിട്ടുള്ള രഞ്ജിത്തെ. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.